നമസ്കാരം. മാന്യപ്രേക്ഷകർക്ക് കേരള ജ്യോതിഷത്തിലേക്ക് സ്വാഗതം. കേരള ജ്യോതിഷത്തിൽ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് സുനഭായോഗത്തിനെ കുറിച്ചാണ്. ചന്ദ്രൻ നിൽക്കുന്ന രാശിയുടെ 2-ാം ഭാവത്തിൽ ചൊവ്വ, ബുധൻ, വ്യാഴൻ, ശുക്രൻ, ശനി എന്നീ താരാഗ്രഹങ്ങളിൽ ആരെങ്കിലും നിന്നാൽ ആ ജാതകത്തിൽ സുനഭായോഗം ഉണ്ട് എന്ന് മനസ്സിലാക്കാം. വലുതായ ഗുണങ്ങൾ പ്രദാനം ചെയ്യുന്ന സുനഭായോഗം ജാതകത്തിലുണ്ടെങ്കിൽ അവർ സ്വയമേവ തന്നെ പ്രവർത്തിച്ച് ഉന്നത നിലയിൽ എത്തിച്ചേരുന്നതാണ്. സ്വയം അധിഗതവിത്തഃ പാർത്ഥിവാസ്തൽസമോവ ഭവതിഹി സുനഭായാം ദി ധനഖ്യാതിമാംശ്ച എന്നാണ് പ്രമാണം. സുനഭായോഗത്തിൽ ജനിച്ച വ്യക്തികൾ സ്വയം സമ്പാദിച്ച ധനത്തോടു കൂടിയവനാകുമെന്നും രാജാവോ രാജതുല്യരോ ആയ ഇവർക്ക് ബുദ്ധിയും ധനവും കീർത്തിയും ഉണ്ടായിരിക്കും എന്നാണ് പ്രമാണം. ചന്ദ്രന്റെ 4-ാം ഭാവത്തിൽ ഏതെങ്കിലും താരാഗ്രഹങ്ങൾ നിന്നാലും സുനഭായോഗമുണ്ട് എന്ന് കാണുന്നു. സുനഭായോഗ കർത്താവ് ചൊവ്വയാണ് എങ്കിൽ, അഥവാ ചന്ദ്രന്റെ 2-ാം ഭാവത്തിൽ നിൽക്കുന്നത് ഗ്രഹം ചൊവ്വയാണെങ്കിൽ വലിയ പരാക്രമശീലവും ഉത്സാഹശീലവും ഉണ്ടാക്കും. വലുതായ ധനം സമ്പാദിക്കുവാൻ സാധിക്കും. അപ്രിയമായതും കഠിനവുമായ വാക്കുകൾ പറയുവാനും ഇവർക്ക് മടിയുണ്ടാകില്ല. അധികാരസ്ഥാനങ്ങളിൽ ശോഭിക്കുവാൻ സാധിക്കുന്ന ഇവർക്ക് സാഹസ പ്രവൃത്തികളിൽ താല്പര്യമുണ്ടാകും. കൂടാതെ ഹിംസാശീലവും ഉണ്ടായിരിക്കും. ഒരു വ്യക്തിയോടും എന്തെങ്കിലും കാരണവശാൽ വിരോധം തോന്നിയാൽ അത് മാറുവാൻ അല്പം പ്രയാസമായിരിക്കും. സുനഭായോഗ കർത്താവ് ബുധനാണ് എങ്കിൽ അവർക്ക് വേദത്തിലും ശാസ്ത്രങ്ങളിലും സംഗീതാദി കലകളിലും നല്ലതുപോലെ പ്രാവീണ്യം ഉണ്ടായിരിക്കും. നല്ലപോലെ മധുരമായി സംസാരിക്കുവാൻ കഴിവുള്ള ഇവർ സകലകലാവല്ലഭന്മാർ ആയിരിക്കും. ധർമ്മതൽപരതയും സന്മനസ്സും ഉള്ള ഇവർക്ക് എല്ലാവരുടെയും ഇഷ്ടങ്ങൾക്കനുസരിച്ച് നിൽക്കുവാനുള്ളതായിരിക്കുന്ന കഴിവും ഉണ്ടായിരിക്കും. സുനഭായോഗ കർത്താവ് വ്യാഴനാണെങ്കിൽ അനേകം വിദ്യകളെ പഠിപ്പിക്കുന്ന ആചാര്യന്മാർ ആയിത്തീരും. കൂടാതെ എല്ലാ ശാസ്ത്രങ്ങളിലും താല്പര്യം പ്രകടിപ്പിക്കുന്ന ഇവർക്ക് രാജതുല്യമായിരിക്കുന്ന പദവിയിൽ എത്തിച്ചേരുവാനുള്ളതായിരിക്കുന്ന ഭാഗ്യവും ഉണ്ടായിരിക്കും. നല്ല കുടുംബവും ധനസമൃദ്ധിയും ഉണ്ടായിരിക്കുന്ന ഇവർക്ക് നല്ല രീതിയിലുള്ളതായിരിക്കുന്ന പ്രശസ്തിയും ഉണ്ടായിരിക്കുന്നതാണ്. ശുക്രനാണ് സുനഭായോഗ കർത്താവെങ്കിൽ രാജകീയ ബഹുമാന സ്ഥാനങ്ങൾ സിദ്ധിക്കുന്ന വ്യക്തികളായിരിക്കും. നല്ല പങ്കാളിയും നല്ല ഭവനവും വലുതായ ധനവും സമ്പാദിക്കുന്ന ഇവർക്ക് നല്ല വേഷവിധാനങ്ങളും ഉണ്ടായിരിക്കും. ധാരാളം സമ്പത്തുക്കൾക്ക് ഉടമയായിരിക്കും ശുക്രൻ സുനഭായോഗ കർത്താവായി വന്നാലുള്ള ഫലം. ശനിയാണ് സുനഭായോഗ കർത്താവെങ്കിൽ നല്ല ബുദ്ധി സാമർഥ്യം ഉണ്ടായിരിക്കും. എല്ലാ ജനങ്ങളുടെയും ബഹുമാന ആദരവുകൾക്ക് ഇവർ പാത്രീഭൂതരാകും. സമൂഹ നന്മയ്ക്കുതകുന്ന അനേകം നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ഇവർ സാമൂഹികമായി നല്ല പോലെ ശോഭിക്കും. മറ്റുള്ള വ്യക്തികൾ സമ്പാദിച്ച ധനങ്ങൾ അനുഭവിക്കാനും ഉള്ള യോഗമുള്ള ഇവർ വേഷവിധാനത്തിൽ അത്ര കണ്ട് ശ്രദ്ധിക്കുന്ന വ്യക്തികളായിരിക്കില്ല. സുനഭായോഗം ചിന്തിക്കുന്ന സമയത്തിൽ ഒരുപാട് ഘടകങ്ങൾ കൂടി വിശദമായി ചിന്തിച്ച ശേഷം മാത്രമേ ഫലനിർണയത്തിൽ എത്തിച്ചേരാൻ കഴിയുകയുള്ളൂ. ചന്ദ്രൻ ബലവാനാണ് എങ്കിൽ ശുഭഫലവും അല്ല എങ്കിൽ അശുഭഫലങ്ങളും അനുഭവത്തിൽ വരും. കൂടാതെ സുനഭായോഗ കർത്താവായ ഗ്രഹങ്ങൾ ഉച്ചസ്വക്ഷേത്രാദി നല്ല രാശിയിലാണെങ്കിൽ പൂർണ്ണമായ ശുഭഫലവും, നീചശത്രുക്ഷേത്രസ്ഥിതിയോ മൗഢ്യമോ ഉണ്ടെങ്കിൽ അശുഭങ്ങളായിരിക്കുന്ന ഫലങ്ങളും അനുഭവത്തിൽ വരുമെന്ന് കൂടി അറിയേണ്ടതുണ്ട്. നന്ദി, നമസ്കാരം.